ഹലോ, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ എല്ലാവരും സുഖമാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കുറച്ച് വീഡിയോസ് ഉണ്ടാക്കിയിട്ടൊക്കെ കുറച്ച് സമയമായി. കാരണം ഞാൻ എൻ്റെ ലൈവിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. എൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ പറ്റണ പോലെ ഷോർട്സൊക്കെ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഇടുമായിരുന്നു. ഞാൻ ഇത്രയും ദിവസം അങ്ങോട്ട് ഓടിക്കുമായിരുന്നു എങ്ങനെയൊക്കെയോ. ഒട്ടും സമയമില്ലായിരുന്നു. അപ്പോൾ വീഡിയോസ് ഉണ്ടാക്കാനൊന്നും എനിക്ക് ഒട്ടും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു, ഒരാഴ്ചയായി എക്സാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ എനിക്ക് ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് വീഡിയോ ഉണ്ടാക്കാനൊക്കെ ഒന്ന് സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച എന്ന് വെച്ചാൽ മാർച്ച് 16 ആ ആഴ്ചയിൽ, ആ വീക്കെൻഡിൽ ഞാൻ ഹെയർ സ്പാ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഹെയർ സ്പാ ചെയ്യണത്. ഞാൻ ഇതുവരെ ഹെയർ സ്പാ ചെയ്തിട്ടില്ല. നമ്മുടെ ടിപ്പിക്കൽ മലയാളീസിൻ്റെ പോലെ ഹെയർ സ്പാ ചെയ്യാനൊക്കെ പേടിയാണ്. ഹെയറിന് ഡാമേജ് ചെയ്യുമോ, എന്തെങ്കിലും എഫക്റ്റ് ആവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതുവരെ ഞാൻ അങ്ങനെ ഹെയർ സ്പാ ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. നല്ലോണം ഡാൻഡ്രഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്താ ഇപ്പോൾ ചെയ്യാന്നുള്ള ഒരു പിടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ പിന്നെ വിചാരിച്ചിരുന്ന ഒരു പ്രാവശ്യം ഒന്ന് ഹെയർ സ്പാ ചെയ്ത് നോക്കാം. ഹെയർ സ്പാ എന്ന് വെച്ചാൽ അവർ നമുക്ക് മുടി നല്ലോണം കഴുകി തരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വിചാരിച്ച് അങ്ങനെ പോയതാണ് ഹെയർ സ്പാ ചെയ്യാമെന്നുള്ളത്. പിന്നെ ഞാനങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കി, അടുത്തുള്ള കുറച്ച് നല്ലൊരു സലൂണിലും പോകണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അവർ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല സലൂണൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി. എൻ്റെ പഴയ വീടിൻ്റെ അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ആയിരുന്നു, ആ ആഴ്ചയിൽ ഞാൻ അവിടെ ആയിരുന്നു. എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചെന്നാൽ അവിടെ പോയിട്ട് ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യം. അങ്ങനെ ഞാൻ പോയി അവിടെ പോയിട്ട് എൻക്വയറി ചെയ്തു, ഇങ്ങനെ ഹെയർ സ്പാ ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിയണം എന്നുള്ളതൊക്കെ. അപ്പോൾ അവർ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി തന്നു. ഹെയർ സ്പാ അതിൻ്റെ അണ്ടറിലും കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. വേറെ വേറെ ബ്രാൻഡിൻ്റെ അങ്ങനത്തെ വെറൈറ്റീസാണ് തോന്നുന്നുണ്ട്. ഞാൻ ലോറിയൽ ഹെയർ സ്പാ ആണ് ചൂസ് ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് ഈ ഡാൻഡ്രഫ് ഇഷ്യൂ ഉണ്ട് പറഞ്ഞപ്പോൾ അവർ ഈ ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റും കൂടി സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റും പ്ലസ് ഹെയർ സ്പാ, ഞാൻ അത് രണ്ടും കൂടിയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ അവർ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്രീം മാതിരി എന്തോ ഉണ്ട്, അതിങ്ങനെ നമ്മുടെ ഓരോ ലൈൻ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് തരും, സ്കാൽപ്പിൽ ഫുള്ള് തേച്ച്. ആദ്യം ഒന്ന് ചീർപ്പൊണ്ടൊന്ന് ഇങ്ങനെ ഇങ്ങനെ ചീന്തി തരും കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ ലൈൻ എടുത്തിട്ട് ഫുള്ള് സ്കാൽപ്പിൽ ഇങ്ങനെ ഓരോ ലൈനിൽ അവർ അത് നന്നായി അപ്ലൈ ചെയ്ത് തരും. ഹെയർ മാസ്ക് എന്നോ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല, അതിങ്ങനെ അപ്ലൈ ചെയ്ത് തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അവർ സ്കാൽപ്പിൽ മാത്രമാണ് കേട്ടോ ഇത് ചെയ്യുള്ളൂ. ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് സ്കാൽപ്പിൽ മാത്രമാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് അവർ നമ്മളോട് ഇരിക്കാൻ പറയും, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇരിക്കാൻ പറയും. പിന്നെ അത് കഴിഞ്ഞ് അവർ ഹെയർ വാഷ് ചെയ്ത് തരും, അത് നന്നായിട്ട് വാഷ് ചെയ്ത് തരും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഹെയർ സ്പാ തുടങ്ങുന്നത്. ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഹെയർ സ്പാ ചെയ്തത്. ഹെയർ സ്പായിൽ എന്താണെന്ന് വെച്ചാൽ അവർ അഗൈൻ ലോറിയലിൻ്റെ ആണ് ഞാൻ ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ലോറിയലിൻ്റെ പ്രൊഡക്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട് അത് നമുക്കിങ്ങനെ ലെയർ അത് പിന്നെ ഫുൾ ലെങ്ത്തിന് വരെ നമുക്ക് പരട്ടി തരും, ഫുൾ അപ്ലൈ ചെയ്ത് തരും. ലെയർ എടുത്തിട്ട് ഫുള്ള് ഹെയർ ലെങ്ത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് തരും ഹെയർ സ്പാ. പിന്നെ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി മസാജ് ചെയ്ത് തരും കേട്ടോ. അത് നല്ല റിലാക്സിങ് ആണ്. ഹെഡ് മസാജ് ചെയ്യണത് നല്ല റിലാക്സിങ് ആയിട്ട് തോന്നും. ഫുള്ള് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിന്നാലേക്കും നന്നായി മസാജ് ചെയ്ത് തരും അവർ. അത് നല്ലൊരു റിലാക്സിങ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഹെഡ് മസാജ് അവർ ചെയ്ത് തരുന്നത്. പിന്നെ 15 മിനിറ്റ്സ് കഴിഞ്ഞ് അവർ പിന്നെയും അത് നന്നായി വാഷ് ചെയ്തിട്ട് ഫുൾ കളഞ്ഞു തരും. നന്നായി വാഷ് ചെയ്യും, ഹെയർ നന്നായി വാഷ് ചെയ്ത് നല്ലൊരു ഫ്രഷ് ഫീൽ തോന്നും. നല്ല എറോമ ഉണ്ടാവും കേട്ടോ, നല്ല മണം ഉണ്ടാവും മുടിക്കൊക്കെ അത് കഴിയുമ്പോഴേക്കും. പിന്നെ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു സ്റ്റീം ചെയ്യും തലയ്ക്ക്. ഹെയർ സ്പാ ചെയ്യുമ്പോൾ അവർ സ്റ്റീമും കൂടി ചെയ്യും. ഒരു വലിയൊരു ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഒരു എന്താണെന്ന് പറയാറില്ല, ഒരു മെഷീൻ പോലെ ഒരു സംഭവം ഇങ്ങനെ വെച്ചിട്ട് ഫുള്ള് സ്റ്റീം ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് പോയിരുന്നത് എനിക്ക് അങ്ങനെ സ്റ്റീം ചെയ്യേണ്ടെന്നുള്ളത്. കാരണം മുടിക്ക് അത്രയും ഹീറ്റ് തട്ടുകയാണല്ലോ. അപ്പോൾ അത് അവർ ചെയ്യുകയാണെങ്കിൽ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെ അവർ ചെയ്തില്ല, സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്നില്ല തലയ്ക്ക്. അവർ ബ്ലോ ഡ്രയർ വെച്ചിട്ട് എനിക്ക് ഡ്രൈ ചെയ്ത് തരികയാണ് ചെയ്തത്. പക്ഷേ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോഴും എനിക്കൊരു ചെറുതായ പേടിയുണ്ടായിരുന്നു, അതിൻ്റെ അത്രയും ഹീറ്റ് തലയിലേക്ക് കൊള്ളല്ലേ എന്നുള്ളത്. പക്ഷേ പിന്നെ നമുക്ക് അത്രയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ലെറ്റ് ഗോ ചെയ്തു. ഓക്കെ, ഇത് എല്ലാവിടെയും നടക്കണതാണ്, ബ്ലോ ഡ്രൈ അറ്റ്ലീസ്റ്റ് ചെയ്യും. പിന്നെ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ല ഭംഗി കിട്ടും, നല്ലൊരു ഷൈൻ കിട്ടും ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ.
അപ്പോൾ അവരത് നന്നായി സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഹെയർ കട്ടും കൂടി ചെയ്തായിരുന്നു. എനിക്ക് മുടി തലപ്പ് ഇങ്ങനെ നന്നായി ഇങ്ങനെ പൂച്ചവാല് പോലെ ആയിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു, യു ഷേപ്പ് ചെയ്തെടുത്തു കേട്ടോ. നന്നായി ഒരു യു ഷേപ്പ് എടുത്തു. ലെങ്ത്ത് അധികം കളയാതെ അങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. എനിക്ക് ലെങ്ത്ത് പോണത് ഒരു പേടിയുണ്ടായിരുന്നു, ലെങ്ത്ത് പോവാതെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ ഹെയർ സ്പാ ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്താൽ കംപ്ലീറ്റ്ലി കുറയോ ഡാൻഡ്രഫ് എന്നുള്ളത്. പക്ഷേ അവർ പറഞ്ഞത് കംപ്ലീറ്റ്ലി കുറയില്ല, നമുക്കത് കൺട്രോൾ ചെയ്ത് വരാം, അത്രയാണ് ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിലും. പിന്നെ നമുക്ക് എപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും അവർ പറഞ്ഞത് എല്ലാ മാസത്തിലും ഒരിക്കലും ചെയ്യുകയാണെങ്കിൽ നല്ലതാവും എന്നാണ്. പക്ഷേ എല്ലാവർക്കും അത് എഫോർഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാ മാസത്തിലും ഒരിക്കലും ഹെയർ സ്പാ ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ എഫോർഡബിൾ അല്ല. എനിക്കും അത് എഫോർഡബിൾ അല്ല. അപ്പോൾ ഞാൻ 6 മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്യാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. കൊല്ലത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം അത്രയേ ഉള്ളൂ, അല്ലാണ്ട് എല്ലാ മാസമൊന്നും നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റില്ല. എനിക്കിത് ഏകദേശം ഞാൻ 5 മണിക്ക് പോയിട്ട് 7 മണിക്ക് തിരിച്ചു വന്നിട്ട്, ഹെയർ കട്ടിങ് കൂടി ഉള്ള കാരണം കുറച്ച് സമയം കൂടുതലെടുത്തു. പക്ഷേ ഈ ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റും പ്ലസ് ഹെയർ സ്പാവും കൂടി എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൽ കഴിഞ്ഞു എന്നാണ് തോന്നുന്നുണ്ട്, ഇത് രണ്ടും കൂടി. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹെയർ സ്പാ ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ ചെയ്തത്, അപ്പോൾ നല്ല റിലാക്സിങ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുടി നല്ല ഫ്രഷ് ആയിട്ട് തോന്നും, ഒരു സിൽക്കി ടെക്സ്ചറൊക്കെ മുടിക്ക് വരും അത് കഴിഞ്ഞാൽ. ഇപ്പോൾ ആണെന്ത് കണക്കാക്കണ്ട, ഇതിപ്പോൾ ഒരാഴ്ച ആയല്ലോ ഞാൻ ഹെയർ വാഷൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ ഈ ഡാൻഡ്രഫ് ഉള്ളത് കാരണം നമുക്ക് എല്ലാ ആഴ്ചയും പിന്നെ അത് ഇനി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, കംപ്ലീറ്റ്ലി പോവില്ല എന്ന് അവർ പറഞ്ഞല്ലോ, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകണം. അപ്പോൾ ഞാൻ തലയിൽ കുറച്ച് ഉലുവ മമ്മി അരച്ചിട്ട് സ്കാൽപ്പിൽ നല്ല ഇട്ട് തന്നെയായിരുന്നു. ഉലുവ ഡാൻഡ്രഫിന് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഇന്ന് കുറച്ച് നന്നായി ഹെയർ വാഷൊക്കെ ചെയ്തു. അത് കാരണമാണ് ആ സ്മൂത്ത്നെസ്സൊക്കെ പോയി, ഹെയർ സ്പാ ചെയ്തിട്ടുള്ള സ്മൂത്ത്നെസ്സൊക്കെ പോയി. അത് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. പിന്നെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവുമല്ലോ. ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കുറച്ച് പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീഡിയോസ് കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. Bye bye.